കരുണയുടെ നൊവേന 4-ാം ദിവസം. പ്രാരംഭ പ്രാർത്ഥനകൾ. ഈശോയെ, സർവ്വലോകത്തിനും ജീവൻ്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നു തന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത്. ജീവൻ്റെ സംഭരണിയും അളവില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉറവിടവുമായ ഈശോയെ, സർവ്വലോകത്തെയും അങ്ങ് ആവരണം ചെയ്യണമേ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായും ചൊരിയണമേ. ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. ധ്യാനം. നമുക്ക് ഈശോയുടെ വാക്കുകൾ ശ്രവിക്കാം. അവിശ്വാസികളുടെയും ഇതുവരെ എന്നെ അറിയാത്തവരുടെയും ആത്മാക്കളെ ഇന്നെൻ്റെ സമീപെ കൊണ്ടുവരിക. എൻ്റെ കഠിനമായ പീഡാസഹന സമയത്ത് അവർ എൻ്റെ സ്മരണയിലുണ്ടായിരുന്നു. ഭാവിയിൽ അവർക്കുണ്ടാകുവാനിരുന്ന തീക്ഷ്ണത എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു. അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. ഈ ആത്മാക്കളെ നമുക്ക് കരുണക്കടലിൽ മുക്കിയെടുക്കാം. പരിശുദ്ധ പിതാവിൻ്റെ നിയോഗത്തിനായി. ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഏറ്റവും സഹതാപാർദ്രിതനായ ഈശോ, അങ്ങാകുന്നു ലോകം മുഴുവൻ്റെയും വെളിച്ചം. ദയാനിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ അവിശ്വാസികളുടെയും അങ്ങയെ അറിയാത്തവരുടെയും ആത്മാക്കളെ സ്വീകരിക്കണമേ. അങ്ങയുടെ കൃപാകിരണങ്ങൾ അവരെ പ്രകാശിപ്പിക്കുകയും അങ്ങനെ ഞങ്ങളോട് ചേർന്ന് അവരും അങ്ങയുടെ മഹനീയമായ കരുണയെ വാഴ്ത്തുവാനിടയാവുകയും ചെയ്യട്ടെ. കരുണാസമ്പന്നമായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്നും അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ. നമുക്ക് പിതാവിനോട് പ്രാർത്ഥിക്കാം. നിത്യനായ പിതാവേ, അങ്ങയിൽ വിശ്വസിക്കാത്തവരും അങ്ങയെ അറിയാത്തവരുമെങ്കിലും ഈശോയുടെ ദയ നിറഞ്ഞ ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം ഉണ്ടാകണമേ. സുവിശേഷ വെളിച്ചത്തിലേക്ക് അവരെ ആനയിക്കണമേ. അങ്ങയെ സ്നേഹിക്കുക എത്ര ആനന്ദപ്രദമായ അനുഭവമാണെന്ന് ഈ ആത്മാക്കൾ അറിയുന്നില്ല. അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പുകഴ്ത്തുവാൻ ഇവർക്കും വരമേകണമേ. എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരിക്കൽ കൂടി ഈ ആത്മാക്കളെ നമുക്ക് കരുണക്കടലിൽ മുക്കിയെടുക്കാം. പരിശുദ്ധ പിതാവിൻ്റെ നിയോഗത്തിനായി. ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. തുടർന്ന് കരുണയുടെ ജപമാല, കരുണയുടെ ലുത്തിനിയ എന്നിവ ചൊല്ലി പ്രാർത്ഥിക്കാം.